നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ആഞ്ഞു വീശിയ ഒരു കൊടുങ്കാറ്റ് അതേ ശക്തിയോടെ ഇവിടെ വീണ്ടും ആഞ്ഞടിക്കാൻ പോവാ. അതിനുത്തരവാദി നീയാ. അത് നീയാണെന്ന് കൃത്യമായും തെളിഞ്ഞ നിന്നെ കൊല്ലുന്ന കൃത്യം ഞാനങ്ങ് ഏറ്റെടുക്കും. അതുകൊണ്ട് പറയ, നീയും മൈഥിലി ചേച്ചി തമ്മിൽ എന്താ ബന്ധം? വൈശാഖ്, ഇത് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെയും അന്തസ്സിന്റെയും പ്രശ്നം. ഈ കുടുംബം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്റെ മകനാണ് കാർത്തിക്, അവന്റെ ഭാര്യയാണ് മൈഥിലി. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എനിക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ട്. അതിലുപരി മനസ്സിലൊരിടുത്തി വീഴാൻ പോകുന്ന പോലെ പേടിയും. നീ സത്യം പറഞ്ഞേ പറ്റൂ. എന്റെ 2 മക്കളാണ് കാർത്തി മീനാക്ഷിയും. അവരുടെ ജീവിതം നീയായിട്ട് തകർക്കരുത്. അത് തകർക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ പൊന്നു മീനാക്ഷി, നന്ദിനിയേട്ടത്തി, നിങ്ങൾ അമ്മയും മകളും ഇത്ര വിഡ്ഢികളായി പോയല്ലോ. ഇതുപോലത്തെ ഒരു ഗംഭീര തമാശ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. മാർവാനീസിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അല്ല, അവളുടെ പേരും മൈഥിലി എന്നായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ ദേ ഈ മൈഥിലിയോട് ചോദിക്ക്. ആ മൈഥിലിയുടെ മുഴുവൻ പേര് മൈഥിലി നാരായണൻ. ഈ മൈഥിലിയുടെ പേര് മൈഥിലി രാകേഷ് മേനോൻ. എന്റെ എൻഗേജ്മെന്റ് നടക്കുന്ന വിവരം അറിഞ്ഞ് ആ മൈഥിലി എന്നെ വിളിച്ചു. ആ കാര്യം ഞാൻ ഇവിടുത്തെ മൈഥിലിയോട് പറയുമായിരുന്നു. ഇതാണ് ദൈവമേ സത്യം. ദൈവമേ മീനാക്ഷിയും എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ മൈഥിലിയെ എനിക്കും അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും ദൈവമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ദൈവമ്മ എനിക്ക് അമ്മ തന്നെയാ. പോട്ടെ മോളെ, ദൈവമ്മയോട് ക്ഷമിക്ക്. വാ മീനാക്ഷി. ആ വൈശാഖ്, നീയും ക്ഷമിച്ചേക്ക്. പാവ അമ്മ അതിലങ്ങ് വീണു. പക്ഷെ എനിക്കിതത്ര വിശ്വാസം ആയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.